ഹരേ കൃഷ്ണ. നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മയാണ്. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി കുഞ്ഞി കൃഷ്ണൻ്റെ ഓരോ ലീലകൾ കേട്ടിട്ട് കിടക്കാം. മനസ്സിന് സമാധാനം കിട്ടുന്ന കഥകളാണ് ഇന്നത്തെ കഥ. കൃഷ്ണൻ ജനിച്ച ആ അത്ഭുത രാത്രി. ഒരിക്കൽ മധുരയിൽ കംസൻ എന്ന് പറഞ്ഞ ഒരു ദുഷ്ടരാജാവുണ്ടായിരുന്നു. അയാളുടെ പെങ്ങളായിരുന്നു ദേവകി. ദേവകിയെ വാസുദേവൻ കല്യാണം കഴിച്ച അന്ന് ഒരു ആകാശവാണി ഉണ്ടായി. കംസ, നിന്റെ പെങ്ങളുടെ 8ാമത്തെ മകൻ നിന്റെ അന്തകനായിരിക്കും. ഇത് കേട്ട് കംസൻ പേടിച്ച് വിറച്ചു. അയാൾ ദേവകിയെയും വാസുദേവരെയും തടവറയിലടച്ചു. ഓരോ കുഞ്ഞു പിറക്കുമ്പോഴും കംസൻ വന്ന് കൊന്നുകളഞ്ഞു. അങ്ങനെ 6 മക്കളെ കൊന്നു. 7ാമത്തെ കുഞ്ഞിനെ ദേവി മായ മാറ്റി രോഹിണിയുടെ വയറ്റിൽ കൊടുത്തു. അതാണ് ബലരാമൻ. പിന്നെ വന്നു 8ാമത്തെ ഗർഭം. ശ്രാവണ മാസത്തിലെ അഷ്ടമി രാത്രി. കാറ്റും മഴയും കൊടുങ്കാറ്റും. തടവറയിലെ കാവൽക്കാരെല്ലാം ഉറങ്ങി വീണു. അർദ്ധരാത്രിയായപ്പോൾ തടവറയിനുള്ളിൽ ഒരു വലിയ പ്രകാശം. ചതുർബാഹുവായ ഭഗവാൻ മഹാവിഷ്ണു ദേവകിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവകി, പേടിക്കേണ്ട, ഞാൻ നിന്റെ മകനായി ജനിക്കാൻ പോവുകയാണ്. എന്നെ എടുത്ത് ഗോകുലത്തിൽ നന്ദഗോപരുടെ വീട്ടിൽ കൊണ്ടാക്കണം. അവിടെ യശോദയ്ക്ക് ഇന്ന് രാത്രി ഒരു പെൺകുഞ്ഞ് പിറന്നിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരണം. അത് പറഞ്ഞ് ഭഗവാൻ ഒരു സാധാരണ കുഞ്ഞായി മാറി. അതാണ് നമ്മുടെ കുഞ്ഞി കൃഷ്ണൻ. കണ്ണു തുറന്നപ്പോൾ കാർമേഘവർണ്ണൻ, കുണ്ടലം കാതിൽ, പീലി തുരുമുടി. വാസുദേവൻ കുഞ്ഞിനെ എടുത്ത്. അത്ഭുതം! തടവറയുടെ വാതിൽ തനിയെ തുറന്നു. ചങ്ങല പൊട്ടി വീണു. യമുനാ നദി കടക്കാൻ ചെന്നപ്പോൾ വെള്ളം വഴിമാറി കൊടുത്തു. ആദിശേഷൻ കുടയായി വന്നു. മഴ നനയാതെ നിന്നു. ഗോകുലത്തിൽ ചെന്ന് യശോദയുടെ അടുത്ത് കുഞ്ഞി കൃഷ്ണനെ കിടത്തി. അവിടെ കിടന്ന പെൺകുഞ്ഞിനെയും എടുത്ത് വാസുദേവൻ തിരിച്ചു തടവറയിൽ വന്നു. നേരം വെളുത്തപ്പോൾ കംസൻ ഓടി വന്നു. 8ാമത്തെ കുഞ്ഞ് പിറന്നോ എന്ന് അലറി. ഒരു കുഞ്ഞിനെ എടുത്ത് കല്ലിൽ എറിയാൻ നോക്കിയപ്പോൾ കുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് ദുർഗാദേവിയായി മാറി. മൂഢ, നിന്നെ കൊല്ലാനുള്ളവൻ ഗോകുലത്തിൽ വളരുന്നു എന്ന് പറഞ്ഞ് ദേവി മറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ ഗോകുലത്തിൽ വളർന്നു. യശോദയുടെ ഓമനയായി, ഗോപികമാരുടെ കണ്ണിലുണ്ണിയായി. ഹരേ കൃഷ്ണ. നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നത് കൃഷ്ണൻ്റെ ആദ്യലീല പൂതനാമോക്ഷം. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. കുഞ്ഞി കൃഷ്ണന് ഇഷ്ടമുള്ളവർ ഹരേ കൃഷ്ണ എന്ന് കമൻറ്റ് ചെയ്യണേ. ശുഭരാത്രി.